ഹായ് ഫ്രണ്ട്സ്, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? അപ്പം നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം കുറേ ദിവസമായി വീഡിയോസൊക്കെ ഇട്ടിട്ട് അപ്പം നമ്മൾ ഡേ ടു ഡേയിൽ പോകാമെന്ന് വെച്ചു. അജ്മാനിലുള്ള പുതിയൊരു ഡേ ടു ഡേ ആണേ. അപ്പോൾ അവിടെ എല്ലാം നമുക്ക് 1 to 10 AEDക്കുള്ളിൽ ദിർഹത്തിനുള്ളിൽ കിട്ടും. അത് അൽ ഇത്തിഹാദ് ഇൻഡസ്ട്രിയൽ ഏരിയ 2-ലാണ് ഈ പുതിയ ഡേ ടു ഡേ ഉള്ളത്. അപ്പം നമ്മൾ ചുമ്മാ ജസ്റ്റ് 2 കീ ചെയിൻ നോക്കാൻ വേണ്ടി പോയതാണ്. പ്രത്യേകിച്ച് ഒന്നും വാങ്ങാനായി പോയതല്ല. അപ്പം അവിടുത്തെ കാര്യങ്ങളും അവിടുത്തെ കാഴ്ചകളും എന്തോരം പൈസയ്ക്കൊക്കെ നമുക്ക് ഓരോന്ന് കിട്ടുമെന്നൊക്കെ നോക്കാം. കണ്ടോ, ഈ കീ ചെയിൻസിനെയൊക്കെ ഏകദേശം ഒരു 5 AED 5 ദിർഹമൊക്കെ ആവത്തുള്ളൂ. ടോയ്സും പിന്നെ കാർട്ടൂൺ ക്യാരക്ടേഴ്സും ആനിമൽസിൻ്റെ ഇങ്ങനെ ക്യൂട്ടായിട്ടുള്ള ഫേസൊക്കെ ഉള്ള കുറേ കീ ചെയിൻസ് നല്ല ഭംഗിയാണ് കാണാനേ. ആനയുടെ ഉണ്ട്, കുഞ്ഞ് ആമയുടെ ഉണ്ട്. അവിടെ നമ്മളൊരു ബാബി ഡോൾ ആരോ ആക്കിയിട്ട് പോയതാണ്. ഡോളിൻ്റെ സെക്ഷനിൽ നിന്ന് അത് വന്നൊരു ഡോളാണ്. അങ്ങനെ ഇച്ചിരി വലിപ്പമുള്ളൊരു കീച്ചി. നല്ല ഭംഗി തോന്നി അതിനെ കണ്ടപ്പോൾ. ഒരു ബാബി ഗേളിനെ പോലോ ഏതോ ഒരു കാർട്ടൂൺ ക്യാരക്ടർ ഒരു ലാവൻഡർ ഡ്രസ്സൊക്കെ ഇട്ട് നിൽക്കുന്ന ആ പുള്ളിക്കാരിനെ പോലെയൊക്കെ എനിക്ക് തോന്നി. കാരണം കുഞ്ഞിന് ഇതിൻ്റെയൊക്കെ പേരറിയാം, പക്ഷെ നമുക്ക് ഇതിൻ്റെയൊന്നും പേരറിയത്തില്ല. അവൾക്ക് ഭയങ്കര ഇഷ്ടമായി, പക്ഷേ നമ്മളത് വാങ്ങിക്കൊടുത്തില്ല. കാരണം എന്നാണെന്നറിയാമോ, ഒരു സെക്കൻഡത്തേക്കേ ഉള്ളൊരു പാവ, പിന്നെ ഇതിനെ ഇഷ്ടമില്ല, പിന്നെ ഇതിനെ യൂസ് ചെയ്യത്തില്ല. അപ്പം പിള്ളേർ ഡോൾസിനെയും ടോയ്സിനെയും ഒന്നും വാങ്ങിച്ചു കൊടുത്തിട്ട് യൂസ് ചെയ്യാണ്ടിരുന്നിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ കുഞ്ഞിങ്ങനെ അവിടെ എന്തൊക്കെ കാണുന്നു അതെല്ലാം ജസ്റ്റ് ഇങ്ങനെ വെച്ചിട്ട് എന്തോ ഫോട്ടോ എടുക്കാൻ പറയും, വീഡിയോ എടുക്കാനൊക്കെ പറയും കേട്ടോ. അവൾക്ക് ഭയങ്കര ഇഷ്ടം അതൊക്കെ. അപ്പം ജസ്റ്റ് നമ്മളെ ഹാപ്പി ആക്കാൻ വേണ്ടി അവൾ ഇങ്ങനെയൊക്കെ ചെയ്യും. പിന്നെ വേണ്ട നോക്ക്, കുറേ ഹെയർ ക്ലിപ്സുകളുണ്ട്. കണ്ടോ, ഭയങ്കര കാർട്ടൂൺ ക്യാരക്ടേഴ്സ് ഉള്ള ഹെയർ ക്ലിപ്സുകളാണ് കൂടുതലുള്ള. അപ്പോൾ കുട്ടികളൊക്കെ ഇവിടെ സ്കൂളിലൊക്കെ പോവുകയാണെങ്കിൽ അവർക്കിത് ഡെയിലി യൂസ് ചെയ്യാം. ഈ ക്ലിപ്സൊക്കെ എന്തെങ്കിലും പ്രോഗ്രാംസ് ഉണ്ടെങ്കിൽ അതിനൊക്കെ കളർ മാച്ചിങ് കളേഴ്സ് ഡ്രസ്സിൻ്റെ കൂടെ ഒക്കെ ഇട്ട് അങ്ങനെ യൂസ് ചെയ്യാൻ പറ്റും. നല്ല അതിനും എല്ലാം ഒരു 3 ദിർഹംസ് ഒക്കെ ഉള്ളൂ. ഇതുണ്ട്. പിന്നെ കണ്ടോ, ഇങ്ങനെ മേക്കപ്പ് സെറ്റ് ഉള്ള ബാഗ്, ലൈക്ക് ഈ പിള്ളേരുടെ കുഞ്ഞ് അക്സസറീസ് ഉള്ള ബാഗ്. പിന്നെ അതുകൊണ്ട് അവരുടെ ഹലോ കിറ്റി, മിക്കി മൗസ്, അങ്ങനെ കുറേ സാധനങ്ങളുണ്ടല്ലോ, അവരുടെയൊക്കെ ക്യാപ്പുകൾ എല്ലാം നല്ല വിലക്കുറവിലൂടെ കിട്ടും. നല്ല എഫക്റ്റീവായിട്ട് തോന്നി, കോസ്റ്റ് എഫക്റ്റീവായിട്ട് തോന്നി. പിന്നെ കുഞ്ഞുങ്ങളുടെ ഡ്രസ്സാണേലും എല്ലാം ഒരു 10 to 15 ദിർഹത്തിൻ്റെ ഉള്ളിൽ തന്നെയുള്ള എല്ലാ സൈസസും അവൈലബിളാണ്. ഇതൊക്കെ ഒരു നൈറ്റ് ഡ്രസ് ടൈപ്പൊക്കെ വരും. പിള്ളേരുടെ ഫുള്ളിങ്ങനെ അവരുടെ ക്യാരക്ടേഴ്സൊക്കെ ഉള്ള നല്ല നല്ല ഡ്രസ്സുകൾ. ഇതിനൊക്കെ 11 AED 11 രൂപയൊക്കെ ഉള്ളൂ. അപ്പം നല്ലൊരു അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസ് അല്ലേ, വീട്ടിലിടാനൊക്കെ ഉപയോഗിക്കാം, നല്ലതാണ്. അത്യാവശ്യം മെറ്റീരിയൽ ആണെങ്കിലും നല്ല മെറ്റീരിയലാണ്. അപ്പം വന്ന് നോക്കുക. അപ്പം ഭയങ്കര നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. പിന്നെ നമ്മൾ ഇങ്ങനെ അങ്ങോട്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇങ്ങനെ ഹലോ കിറ്റി ഇടുന്നതിൻ്റെ ആ ഒരു ഉടുപ്പ് നല്ല ഭംഗിയുണ്ട്, നല്ല മെറ്റീരിയലോ. അതിന് 20 ദിർഹമാണേ. ചില ഡ്രസ്സിനൊക്കെ അത്രയുണ്ട്. ഫുൾ ഡ്രസ്സ് വരുമ്പോഴത്തേക്കും അതിനത്രയുണ്ട്. ഈ ഒരു ആ ഒരു ഷോർട്ട്സ് പോലത്തെ അതിന് 11 റുപ്പിയാണ്. അത്യാവശ്യം ഇത് നല്ല ക്വാളിറ്റിയാണ്. ഒരു ഫുൾ സെറ്റ് വരുന്ന ഡ്രസ്സിനൊക്കെ 20 ദിർഹം ആവുന്നുണ്ട് കേട്ടോ. അത് ഓരോ സെക്ഷനുണ്ട്. 10 ദിർഹത്തിൻ്റെ അപ്പുറത്തെ സൈഡിൽ കിടപ്പുണ്ട് കേട്ടോ. സോറി കേട്ടോ, അവയുടെ കുഞ്ഞി ശബ്ദം ഇടയ്ക്ക് കയറി വരും. സാരമില്ല, അവൾ എന്തൊക്കെയോ വന്ന് എന്നോട് പറയുക കേട്ടോ. പിന്നെ വേണ്ട വേറെ ഒരു ടൈപ്പ് ഓഫ് കീ ചെയിൻസ്. ഇതിനൊക്കെ വരുന്നത് 8 ദിർഹം 7 ദിർഹം ഒക്കെയാണ്. നല്ല അഫോർഡബിൾ പ്രൈസ് അതൊക്കെ. കണ്ടോ, നോക്കിക്കേ, നല്ല അതെന്താണെന്നറിയാമോ, പ്രൈസ് ഇച്ചിരി കൂടുതലെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കുറച്ചുകൂടെ ക്യൂട്ടാണ്, കുറച്ചുകൂടെ സോളിഡാണ്. പാവയെന്ന് പറയുമ്പോൾ ഭയങ്കര കട്ടിക്കുറവല്ലേ, ഈ മെറ്റീരിയൽസ് ഇച്ചിരി കൂടെ സോളിഡാണ്. പിന്നെ കണ്ടോ, കുഞ്ഞു പിള്ളേരുടെ നല്ല ബാഗുകൾ. പിന്നെ അതുകൊണ്ട് ഇതൊക്കെ കണ്ടില്ലേ, മറ്റേ വുഡൻ്റെ ബട്ടണൊക്കെ ഉള്ള ബാഗ്സ്. പിന്നെ കുറേ ഐറ്റംസ് ഉണ്ട്. കുഞ്ഞുങ്ങൾക്ക് തല വെക്കാനുള്ള ബോസ്. പിന്നെ ഹെയർ ബോ ടൈപ്പല്ല, ഇത് ഇപ്പോഴത്തെ പിള്ളേർ യൂസ് ചെയ്യുന്ന കുറേ ഇങ്ങനത്തെ ഉണ്ടല്ലോ, ലൈക്ക് ഇങ്ങനെ ബണ്ണി ബോസ് പോലെയൊക്കെയുള്ള സാധനങ്ങൾ. പിന്നെ അതിൻ്റെ സ്വീക്കിൻസ് ഒക്കെ പല കളറിൽ വെച്ചിട്ടുള്ള കുറേ ഐറ്റംസ് ഉണ്ട്. നല്ല ഭംഗിയാണ് ഇതൊക്കെ കാണാൻ. നേരിട്ട് കാണുമ്പോൾ കുറച്ചുകൂടെ ഭംഗിയാണ് കേട്ടോ. ജസ്റ്റ് നമ്മൾ ഈ വീഡിയോ എടുക്കുന്നുണ്ടെങ്കിൽ അത്രയും നമുക്ക് അറിയില്ലല്ലോ. അപ്പം ഇതിൻ്റെ കണ്ട ബ്ലൂ കളർ, പിങ്ക് കളർ, കുറേ കളേഴ്സിൽ അവൈലബിളാണ് അതൊക്കെ.
നല്ല ഭംഗിയാണ് നമുക്ക് ഇതൊക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ കുഞ്ഞുങ്ങൾക്ക് നല്ല പെൺകുഞ്ഞുണ്ടെങ്കിൽ അവർക്കൊക്കെ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല രസമായിരിക്കും ഇതൊക്കെ കാണാൻ. കൊച്ചു പിള്ളേർക്കൊക്കെ വെച്ച് കഴിഞ്ഞാൽ നല്ല രസമായിരിക്കും. പിന്നെ വലിയവർക്ക് യൂസ് ചെയ്യാനുള്ള ഹെയർ ക്ലിപ്സും ബാൻഡ്സും ഇഷ്ടം പോലെ അവിടെ ഉണ്ട് കേട്ടോ. നല്ല വെറൈറ്റി. ഇതിനിപ്പോൾ 4 ദിർഹം ആവുന്നത് കണ്ടോ. പിന്നെ അതുകൊണ്ട് ടെഡി ബിയറിൻ്റെ, റാബിറ്റിൻ്റെ എന്തൊക്കെയോ കുറേ ഐറ്റംസ് ഉണ്ട്. പിന്നെ എന്ത് ഇതിന് പറയുന്ന ഡ്രീം ക്യാച്ചർ, ഓക്കെ, അത് ഉണ്ട്. ഇതിൽ നല്ല ഭംഗിയായിട്ട് തോന്നി. ഇതിൻ്റെ ഈ ബ്ലൂ കളറിൽ ഇച്ചിരി ഒരു വെറൈറ്റി ആയിട്ട് തോന്നി. അതൊരു 10 ദിർഹം ഉള്ള അതിന്. പിന്നെ വേണ്ട കുറേ എന്തോ തലയിലിടുന്ന കുറേ ബാൻഡുകൾ കണ്ടോ. പല പല ടൈപ്പ് ഓഫ് ബാൻഡ്സ് ഉണ്ട്. അതിലിങ്ങനെ മുത്തുമൊക്കെ ഉള്ളത്, കണ്ണും മൂക്കൊക്കെ ഉള്ളൊരു ബാൻഡ് കണ്ടോ. എനിക്ക് തോന്നുന്നു കുഞ്ഞൊരു കോഴിക്കുഞ്ഞിനെയാണ് തോന്നുന്നു അവർ ഉദ്ദേശിച്ചത്. പിന്നെ വേണ്ട ബോയ്സിനാണേലും ഇഷ്ടംപോലെ ബ്രേസ്ലെറ്റ്സും പിന്നെ വള എല്ലാം സ്വർണ്ണമല്ല, ജസ്റ്റ് ഇങ്ങനെ സാധാരണ അതിൻ്റെ പെയിൻറ്റ് ചെയ്തായിരിക്കും, ഗോൾഡ് പ്ലേറ്റഡ് എന്നൊക്കെ പറയുന്ന പോലെ. പിന്നെ വേണ്ട വേറെ എന്തോ ടൈപ്പ് കീ ചെയിൻസ് അതും ഉണ്ട്. അത് വിത്തൊരു റബ്ബർ ബാൻഡ് വരുന്ന എന്തോ ടൈപ്പ് എന്തോ ഇതാണ്. കുഞ്ഞിപ്പെണ്ണ് ഇതിൻ്റെ ഇടയിൽ ഇഷ്ടം പോലെ സാധനങ്ങൾ പർച്ചേസ് ചെയ്യും തന്നെ. പിന്നെ അവൾ അടങ്ങി നിൽക്കട്ടെന്ന് ഓർത്തിട്ട് ഒന്നും പറയത്തില്ല. ലാസ്റ്റ് ആ സ്ഥലങ്ങളിലെല്ലാം നമ്മളത് തിരിച്ചുകൊണ്ട് വെക്കും കേട്ടോ. അവൾക്ക് പക്ഷേ ഒരു കീ ചെയിൻ ഇഷ്ടമായി, ഒരു ക്യാമറേൻ്റെ, അത് അവളുടെ കയ്യിലിരിക്കുന്നത്. പിന്നെ ഇതൊക്കെ കണ്ടോ, എന്ത് ക്യൂട്ടാണ് ഇതൊക്കെ കാണാൻ. മറ്റേ ഈ റാബിറ്റ്, ടെലഫോണ്, അതിനെയൊക്കെ വേറെ രൂപത്തിലാക്കിയിട്ട് അവരിതെല്ലാം വെച്ചേക്കുന്നത്. വിത്ത് വേറെ കുഞ്ഞു പപ്പീനെയൊക്കെ വെച്ചിട്ടൊരു കുഞ്ഞു ഫോൺ പോലെ എന്തൊക്കെയോ എന്തോ കീ ചെയിൻസ് ഭയങ്കര ഭംഗിയുണ്ട് ഇവിടുത്തെ കാണാൻ. എന്താണേലും നിങ്ങൾ ഇവിടെ വന്ന് ചുമ്മാ ഇതൊക്കെ ഒന്ന് കണ്ടു നോക്കണം കേട്ടോ. ഫ്രീ ഈ വീക്കെൻഡിലൊക്കെ ജസ്റ്റ് കാണാൻ ഇഷ്ടമുണ്ടെങ്കിൽ ഇതൊക്കെ വന്ന് കാണണം. പിന്നെ ഇത് കണ്ടോ, കുറേ ബട്ടൺ, വുഡൻ ബട്ടൺ, പിന്നെ കളറുള്ള ബട്ടൺ പോലൊക്കെ ഇങ്ങനെ വന്നിട്ട്, ഇതൊക്കെ എനിക്കൊന്ന് വുഡിലുള്ളതാണ്. തടി കൊണ്ട് യൂസ് ചെയ്തിട്ടുള്ള ചെറിയ ചെറിയ ബാഗുകൾ, നല്ല ഡ്രസ്സിൻ്റെ കൂടെ മാച്ച് ചെയ്തിടാൻ നല്ല ഭംഗിയായിരിക്കും. അതുകൊണ്ട് പിന്നെയും കീ ചെയിൻസാണ് ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നു ഇവിടെ ഉള്ളതെന്ന് തോന്നുന്നു. ഭയങ്കര കളക്ഷനാണ് കീ ചെയിൻസിൻ്റെ, അടിപൊളി കളക്ഷനാണ്. 6 AD ഒക്കെ ഉള്ളതിനൊക്കെ. വിലയും നിങ്ങൾക്ക് സൂക്ഷിച്ച് നോക്കിയാൽ കാണാം. ഞാനിങ്ങനെ കാണിക്കുന്നുണ്ട് ഇടയ്ക്ക് വിലയൊക്കെ. പിന്നെ നോക്ക്, അവിടെ ഒരു കുഞ്ഞൊരു ടെഡി ബിയറിൻ്റെ ഞാൻ കണ്ടു. ടെഡി ബിയർ ഇങ്ങനെ കുഞ്ഞ് കപ്പിൻ്റെ അതിരിക്കുന്നത്, ബ്രൗൺ കളറിലുള്ള 8 ദിർഹം കേട്ടോ. അത് നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാനായിട്ട്. പിന്നെ നോക്കിക്കേ, കുറേ ഉണ്ട് കീ ചെയിൻസ്, കുറേ ഉണ്ട് കണ്ടോ. കുഞ്ഞൊരു പപ്പി, പിങ്ക് കളർ, നല്ല ഒരു വാവ് രസമില്ലേ, നല്ല ഭംഗിയില്ലേ കാണാൻ. പിന്നെ ഈ കാർട്ടൂൺ ക്യാരക്ടർ ഏതാണെന്ന് എനിക്കറിയില്ല, നല്ല ഭംഗിയുണ്ട് അത് കാണാനായിട്ട്. പിന്നെ കുഞ്ഞി പിങ്ക് കളറിൽ ഇതുപോലത്തെ ക്യാമറ വെച്ചു. അതിൽ ക്യാമറയുടെ കീ ചെയിനാണ് എടുത്ത് കൈ പിടിച്ചുകൊണ്ട് നിന്നേ മുമ്പേ. ഇതിലുണ്ടല്ലോ ഇങ്ങനെ പിക്ചേഴ്സ് നമുക്കിങ്ങനെ മാറ്റാൻ പറ്റും കണ്ടോ, നല്ല ഭംഗിയത് കാണാനായിട്ട്. പിന്നെ കണ്ടോ കുഞ്ഞ് ബണ്ണി, റാബി, പിന്നെ കുറേ കമ്മലുകളുണ്ട് ഇങ്ങനെ, ഫസ്റ്റും സെക്കൻഡ് സ്റ്റഡും അങ്ങനെ എല്ലാം ഇടാൻ പറ്റുന്ന ഇഷ്ടംപോലെ. പിന്നെ വേറൊരു ടൈപ്പ് ഓഫ് കീ ചെയിൻസ് ഉണ്ടോ, ഇങ്ങനെ സ്റ്റോൺസൊക്കെ ഫിക്സ് ചെയ്തിട്ടുള്ള, നല്ല ഭംഗിയാണ്. നേരിട്ട് കാണാൻ ഇതിലും ഭംഗിയാണ് കേട്ടോ. അപ്പം അടുത്തൊരു സെക്ഷനിൽ നിന്ന് ഇങ്ങനെ കുറേ മാലകൾ, ജ്വല്ലറീസ് ഇങ്ങനെ ഉണ്ട്. ഈ ഓർണമെൻറ്റ്സൊക്കെ ഗോൾഡ് പ്ലേറ്റഡാണ്, കളർ കൊടുത്തേക്കുന്നത്. ഇതിനൊക്കെ പൈസ അതിലെല്ലാം എല്ലാത്തിനും 9, 10 അത്ര ADs ഒക്കെ ഉള്ളൂ. ഫങ്ഷനൊക്കെ പോകുമ്പോൾ നിങ്ങൾക്ക് യൂസ് ചെയ്യാനായിട്ട് വേണം ഇതൊക്കെ വന്ന് വാങ്ങിക്കാം. നല്ലൊരു റേറ്റ് അല്ലേ. ഇപ്പം ഒരു ഫങ്ഷന് വേണ്ടിയിട്ടാണെങ്കിൽ വെറുതെ ഒത്തിരി പൈസ കൊടുത്ത് അങ്ങനെ കളയണ്ടല്ലോ. പിന്നെ ബാഗിൻ്റെ സെക്ഷൻ എടുത്ത് വരുന്നുണ്ട്. കുഞ്ഞ് പേഴ്സ് ആണെങ്കിലും ബാഗാണെങ്കിലും, പിന്നെ കോളേജിലൊക്കെ കൊണ്ടുപോകുന്ന ടൈപ്പ് ബാഗുകൾ, ട്രാവൽ ചെയ്യുമ്പോഴുള്ള ബാഗുകൾ, അതിൻ്റെ സെക്ഷൻ ഇങ്ങനെ അങ്ങോട്ടിനി മുമ്പോട്ട്. ബാഗിനൊക്കെ വരുന്നുണ്ടേ പ്രൈസ് വരുന്നത് 20 AD, പിന്നെ 15 AD, പിന്നെ 10 ADയുടെ ബെസ്റ്റ് ഡീൽ എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഓഫർ പോകുന്നുണ്ട് കേട്ടോ. പിന്നെ ഇത് കണ്ടോ, ആഷ് കളറ്, പിന്നെ നല്ലൊരു ലൈറ്റ് ഗ്രീൻ, ലൈറ്റ് ബ്ലൂ കളർ, അതിൻ്റെ പിന്നെ അതിൻ്റെ മിക്സഡ് കളേഴ്സ് വരുന്നത്. നല്ല ഭംഗിയാണ് ഇതെല്ലാം കാണാൻ, നല്ല ഭംഗിയാണ്. അത്യാവശ്യം ക്വാളിറ്റിയും വലിയ കുഴപ്പമില്ല.
ഒത്തിരി വെയിറ്റൊക്കെ ഇടാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. കുറച്ച് വെയിറ്റൊക്കെ ഇട്ട് സൂക്ഷിച്ചൊക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ കുറച്ച് നാളത്തേക്ക് നിൽക്കും. ഭയങ്കര ബ്രാൻഡഡ് അല്ലെങ്കിൽ വാല്യൂ ഉള്ള സംഭവമല്ല. 20 AED ഒക്കെ അല്ലേ ഉള്ളൂ. അപ്പം അതിൻ്റേതായിട്ടുള്ള ക്വാളിറ്റി ഉണ്ട്. പിന്നെല്ലാം നമ്മൾ യൂസ് ചെയ്തതനുസരിച്ച്, നമ്മൾ റഫായിട്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഇപ്പം എത്ര വിലയുള്ള സാധനമാണെങ്കിലും അത് നശിച്ചു പോവും. പക്ഷേ നമ്മൾ നല്ല ഇതായിട്ട് ഭയങ്കര കെയർ ചെയ്ത ഓരോ സാധനങ്ങളൊക്കെ യൂസ് ചെയ്യുന്നെങ്കിൽ കുറച്ച് നാളൊക്കെ നല്ലതായിട്ട് നിൽക്കും. ക്വാളിറ്റി ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ തന്നെ കേട്ടോ. ക്വാളിറ്റി ഉള്ള സാധനങ്ങൾ നമുക്ക് ഒത്തിരി നാളത്തേക്ക് യൂസ് ചെയ്യാം. പിന്നെ എല്ലാം ഓരോരുത്തരുടെ യൂസ് ചെയ്യുന്ന രീതി അനുസരിച്ചിരിക്കും അല്ലേ. എനിക്ക് ആ പിങ്കും ആ ഒരു ലൈറ്റ് ഗ്രീൻ കളർ വന്ന് നല്ല ഇഷ്ടപ്പെട്ടു. ഒരു നല്ല ബാഗല്ലേ. പിന്നെ വേണ്ടത് ചെറിയുടെ പടമൊക്കെ ഉള്ള ബാഗ്, എന്തോ ഭംഗിയൊക്കെയാണ്. ഇത് നോക്കിയ കംഫർട്ടാട്ടോ, കിങ് ബെഡ് സൈസിലുള്ള കംഫർട്ടൊക്കെയാണ്. നല്ല കളേഴ്സ്, ഒത്തിരി കളേഴ്സ് അവരൊക്കെ മിക്സ് ചെയ്തേക്കുന്ന കളേഴ്സ് നല്ല ഭംഗിയുണ്ട്. ലൈറ്റ് ബ്ലൂ ഷെയ്ഡ്സിൻ്റെ കുറേ. ഇതിന് 20 AED ആണ്. ഇതിനെല്ലാം ഈ കംഫോർട്ടിനെല്ലാം 20 AED, 20 ദിർഹമേ ഉള്ളൂ. കിങ് ബെഡ് സൈസ്ഡ്, അപ്പം നല്ല വീതിയുണ്ട്. ഇതുണ്ടോ അടുത്ത സെക്ഷൻ കണ്ടോ, കുറേ പാവകളെ ടെഡി ബിയേഴ്സിനെ ഫിക്സ് ചെയ്തിട്ടുള്ള പിള്ളേരുടെ ബാഗുകളാണ്. അതും കാണാൻ നല്ല ഭംഗിയാണ്. ആ ഒരു സെക്ഷനിൽ കൂടെ നടന്ന് പോകുന്നുണ്ടെങ്കിൽ നമുക്ക് ഭയങ്കര ഇഷ്ടമാവും. പിന്നെ ടവൽസ്, ബാത്ത് ടവൽസ്, കിച്ചൺ ടവൽസ്, ബേബി ടവൽസ്, എല്ലാ ടവൽസും ഉണ്ട്. എല്ലാത്തിനും 10 AED. അപ്പോൾ കുഞ്ഞാവയ്ക്ക് ഹായ് ഗൈസ് പറയണമെന്ന് വന്ന് പറഞ്ഞു. കുഞ്ഞാവ ഒന്ന് പറയട്ടെ, പറഞ്ഞു ഹായ് ഗൈസ് പറഞ്ഞിട്ട്. ആ പെട്ടെന്ന് പറയണം. ഷോപ്പിൽ പോയെന്ന് പറ. ഷോപ്പിൽ പോയി കുഞ്ഞ് കുറേ ടോയ്സിനെ കണ്ടു. പറ. ആ എന്നിട്ട് ഓക്കെ, അവൾക്കൊരു സന്തോഷമാവട്ടെ എന്ന് വെച്ച് ഞാൻ കൈമാറിയതാണ് ഫോൺ വെച്ചിട്ട് നേരത്തേക്ക്. പിന്നെ വേണ്ടത് കണ്ടോ, ഫാൻസി ടൈപ്പ് കുഞ്ഞ് ബാഗുകൾ. ഇത് പിള്ളേർക്കൊക്കെ ഇഷ്ടപ്പെടും. ചുമ്മാ ഇങ്ങനെ ഇതിനുണ്ടോ 16 ദിർഹമൊക്കെ ഉള്ളൂ. പക്ഷെ നല്ല രസമല്ലേ, നല്ല ബ്രൈറ്റ് പിങ്ക് കളറിൽ വന്നിട്ട് നല്ല വെറൈറ്റീസ് കുറേ ഉണ്ട്. ഇങ്ങനെയുള്ള അലുകുലത്തെ സാധനങ്ങൾ എന്നൊക്കെ പറയും, ഇതൊക്കെ ഇവിടെ കിട്ടും, ഇഷ്ടം പോലെ ഉണ്ട്. സൈഡ് ബാഗ് പോലത്തെ കുറേ സിബ് വരുന്ന ബാഗുകൾ, പേഴ്സുകൾ, ഇഷ്ടം പോലെ പേഴ്സ്, കുഞ്ഞ് കുഞ്ഞ് പേഴ്സുകൾ, ഇതൊക്കെ നമുക്ക് യൂസ് ചെയ്യാം. പിന്നെ അവിടെ അടുത്ത സെക്ഷൻ കണ്ടോ, കുറേ ഇത് സാൻഡിൽസ് വരുന്നു. പല ടൈപ്പിലുള്ള മറ്റേ പാർട്ടി വെയർ സാൻഡിൽസും ഷൂസും ഒക്കെ ഉള്ള അതിൻ്റെ ഒരു വെറൈറ്റി ഓഫ് ഒരു ഭയങ്കര കളക്ഷൻ ഉണ്ട് കേട്ടോ. കാണാനും നല്ല ഭംഗിയല്ലേ. ഇതെല്ലാം അറേഞ്ച് ചെയ്തേക്കുന്ന രീതിയൊക്കെ അടിപൊളിയാണ് കേട്ടോ. അതുപോലെ എല്ലാ ഡേ ടു ഡേ പോലെയല്ല, ഭയങ്കര സ്പേഷ്യസ് ആണ്. നമുക്ക് നടക്കാനും ഒരു മോളിലൊക്കെ പോയ ഫീലാണ്. അപ്പം എല്ലാവരും ടൈം കിട്ടുവാണെങ്കിൽ അവിടെ പോവുക, വിസിറ്റ് ചെയ്യുക, ഇഷ്ടപ്പെട്ട സാധനങ്ങളൊക്കെ വാങ്ങുക. പിന്നെ ലെവൽ 1, ലെവൽ 2, ലെവൽ 3, പിന്നെ ഗ്രൗണ്ട് ഫ്ലോർ, അത്രയാണെന്ന് തോന്നുന്നു അവിടെ ഉള്ളത്. ലെവൽ 1 വന്നിട്ട് മറ്റേ നമ്മുടെ ഈ കിച്ചണിലെ ഐറ്റംസൊക്കെ ഉള്ള കേട്ടോ. കണ്ടോ കുറേ. പിന്നെ ഷൂസിൻ്റെ സെക്ഷൻ ഭയങ്കര വലിയ സെക്ഷനാണ്. പല ടൈപ്പ് ഓഫ് ഷൂസ് ഉണ്ട്. ഭയങ്കര കംഫർട്ടബിളായിട്ടുള്ള ടൈപ്പും ഉണ്ട് കേട്ടോ. സോഫ്റ്റ് ടൈപ്പും ഉണ്ട്, മറ്റേ ഇച്ചിരി ഹാർഡാണ്, പക്ഷേ അത് ഫാൻസി ആയിട്ട് വരും. അപ്പം പിന്നെ ഇത് കണ്ടോ കുറേ ഉണ്ട്. ഈ ഒരു സാൻഡിൽസൊക്കെ കണ്ടോണ്ടേ കുറേ സ്റ്റോൺസൊക്കെ വെച്ചിട്ടുള്ള ഗോൾഡൻ കളറ്, പിന്നെ ഒരു ചെറിയ ചെങ്കൽ കളറ്, അങ്ങനെ കുറേ സ്റ്റോൺസൊക്കെ വെച്ചിട്ട് കുറേ ചെരുപ്പുകൾ ഇങ്ങനെ കാണാം. ഭംഗിയായതൊക്കെ കാണാൻ. എനിക്ക് തോന്നുന്നു ഒത്തിരി നാൾ യൂസ് ചെയ്യാൻ പറ്റില്ലെങ്കിലും കുറച്ച് നാളൊക്കെ സൂക്ഷിച്ച് കഴിഞ്ഞാൽ ഉപയോഗിക്കുക ഇതൊക്കെ. ഇതിനെല്ലാം ഒരു 15 മുതൽ 20 ദിർഹമൊക്കെ വരുന്നുള്ളൂ. 10 ദിർഹത്തിൻ്റെയും ചെരുപ്പുണ്ട്, കുറേ ഉണ്ട്. അതൊക്കെ നോക്കി നമ്മൾ സെലക്ട് ചെയ്യണം. ഇച്ചിരി ടൈം എടുത്ത് സെലക്ട് ചെയ്ത് നമുക്ക് യൂസ് ചെയ്യാനായിട്ട് വാങ്ങാം. പിന്നെ ഒരു സെക്ഷൻ ഇങ്ങോട്ടേക്ക് വരുന്നത് അങ്ങനത്തെ സാൻഡിൽസ് തന്നെ, സെയിം നല്ല
നല്ല തിളങ്ങുന്ന കല്ലുകൾ വെച്ചിട്ടുള്ള, ഇതൊക്കെ ഒരു ആഡംബരം എന്ന് പറയാം അല്ലേ, ഭയങ്കര ആഡംബര ചെരുപ്പുകൾ എന്നൊക്കെ പറയത്തില്ലേ, അതുപോലെ കുറേ കല്ലിങ്ങനെ വെച്ച് തിളങ്ങുന്നത് പാർട്ടിക്ക് അല്ലെങ്കിൽ പിന്നെ ഒരു കല്യാണത്തിനൊക്കെ ഇട്ടിട്ടൊക്കെ പോകും. നല്ല കട്ടിയൊക്കെ ഉണ്ട് കേട്ടോ അതിൻ്റെ സോളിന്, അല്ലാതെ ജസ്റ്റ് ഉടായ്പ ടൈപ്പ് ചെരുപ്പൊന്നുമല്ല, നല്ല നല്ല കട്ടിയുണ്ട്, എല്ലാത്തിൻ്റെയും നല്ല സോളിനൊക്കെ നല്ല കട്ടിയുണ്ട്. ഹീൽഡ് സാൻഡിൽസൊക്കെ അല്ലെങ്കിൽ ചെരുപ്പുകളൊക്കെ ഇഷ്ടമുള്ളവർക്ക് നല്ലൊരിത്. അത് ലെവൽ 2-വിലാണേ. നമുക്ക് ആ ഷൂവിൻ്റെയും കുഞ്ഞുങ്ങളുടെ ഷൂസിൻ്റെയും സെക്ഷൻസ് നല്ല രീതിയിൽ ഓരോന്നും അവർ അറേഞ്ച് ചെയ്ത് വെച്ചേക്കുന്നുണ്ട്, ഭംഗിയുണ്ട് കാണാനായിട്ടല്ലേ. ബോയ്സിനാണെങ്കിലും ഇഷ്ടംപോലെ ടീഷർട്ട്സും ഷോർട്ട്സും ബനിയൻ ടൈപ്പ് ഷർട്ട്സും പിന്നെ ഇപ്പോഴത്തെ മറ്റേ ജംബോ ടൈപ്പ് ഷർട്ട്സും എല്ലാം ഇഷ്ടംപോലെ വെറൈറ്റി ഉണ്ട്. ഇപ്പോഴത്തെ ഒരു ട്രെൻഡിങ് സംഭവമാണല്ലോ ജംബോ ടൈപ്പ് ഷർട്ട്സൊക്കെ വരുന്നത്. എല്ലാത്തിനും വരുന്നത് 20 AED ഒക്കെയാണ്. മാച്ചിങ് പെയർ ഡ്രസ്സാണെങ്കിലും എല്ലാം നല്ലതായിട്ട് ഇഷ്ടം പോലെ വെറൈറ്റി ഇവിടെ അവൈലബിൾ ആണ്. വന്ന് ഒന്ന് കണ്ട് ഇഷ്ടപ്പെട്ട സാധനങ്ങളൊക്കെ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്തിട്ട് പോകാം. നാട്ടിലൊക്കെ പോകുമ്പം കുറേ സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് പോകാം, ഫ്രണ്ട്സിനും ഒക്കെ വീട്ടിലൊക്കെ വാങ്ങിയിട്ട് പോകാം. നല്ല 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 കളക്ഷനാണ്, നല്ല മെറ്റീരിയലുമാണ്. ഡ്രസ്സിനൊക്കെ അത്യാവശ്യം 20 AED അങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ, അപ്പോൾ നല്ല വിലയുണ്ടല്ലോ. പിന്നെ അവിടെ 10 AEDക്കുള്ള ഷർട്ട്സും ഉണ്ട് കേട്ടോ, ഭയങ്കര കളർഫുള്ളായിട്ടുള്ള ഷർട്ട്സും കാര്യങ്ങളും. കൊച്ചു മോന്മാർക്കാണേലും വലിയ കോളേജ് സ്റ്റുഡൻസിനാണേലും എല്ലാവർക്കും ഉള്ള ഡ്രസ്സും കാര്യങ്ങളും എല്ലാം ഇഷ്ടം പോലെ അവിടെ ഉണ്ട്. അടുത്ത സെക്ഷനാണ് വന്നിട്ട് കണ്ടോ, കുഞ്ഞു കുട്ടികൾക്ക് പെൺകുഞ്ഞുങ്ങൾക്കുള്ള കുറേ ടീഷർട്ടുകൾ, വീട്ടിലിടാൻ പറ്റുന്നതും അതുപോലെ പുറത്ത് കൊണ്ടുപോകാൻ പറ്റുന്ന ടീഷർട്ടുകളെല്ലാം അവിടെ ഉണ്ട്. അവർ സെറ്റ് ചെയ്തിട്ടേക്കുന്ന ലൈറ്റ് കളേഴ്സ് എല്ലാം ഒരുമിച്ച്, ഡാർക്ക് കളേഴ്സൊക്കെ ഒരുമിച്ച്, അങ്ങനെ ഓരോ ഏജ് ഓരോ സൈസ് അനുസരിച്ച് നല്ല നമുക്ക് ഒന്ന് പോയി പർച്ചേസ് ചെയ്യാനും ഒന്ന് കാണാനും ഒക്കെ തോന്നും. ഭയങ്കരമായിട്ട് നല്ല അറേഞ്ച് ചെയ്തേക്കുന്നത് നല്ല അടിപൊളിയായിട്ട്. പിന്നെ നല്ല സ്പേഷ്യസ്, ഒത്തിരി കൺജസ്റ്റഡ് അല്ല. നമ്മളിവിടുത്തെ ഡേ ടു ഡേയ്സിലൊക്കെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉണ്ടല്ലോ നമുക്ക് ഭയങ്കര കൺജസ്റ്റഡ് ആയിട്ട് തോന്നും അതിൻ്റെ ഉൾഭാഗം. പക്ഷേ ഇവിടെ നല്ല മോള് പോലെ നല്ലൊരു ഇതാണ്. ഇതൊക്കെ കണ്ടോ, ജീൻസിൻ്റെ ബേബീസിൻ്റെ ഡ്രസ്സാണ് വരുന്നത്. ഇത് അത്യാവശ്യം നല്ല കോസ്റ്റ്ലി തന്നെ കേട്ടോ. ഒരു നോർമൽ നമ്മളൊരു മാക്സിലോ ഒക്കെ പോയി എടുക്കുന്ന സെയിം പ്രൈസ്, അല്ലെങ്കിൽ ബേബി ഷോപ്പിലൊക്കെ പോയി എടുക്കുന്ന സെയിം പ്രൈസ് തന്നെയാണ് ബേബീസിൻ്റെ ഡ്രസ്സിനൊക്കെ. പക്ഷേ ഒത്തിരി വെറൈറ്റി ആയിട്ട് ഒത്തിരി പലതരം കളക്ഷൻ ഉണ്ട്. പിന്നെ നമ്മളെപ്പോലുള്ള ആൾക്കാർക്കൊക്കെയുള്ള ഡ്രസ്സുകളും ഇഷ്ടംമാതിരി അവിടെ ഉണ്ട്. പിന്നെ നമ്മൾ ടൈം എടുത്ത് നമുക്ക് ഇഷ്ടപ്പെട്ടത് നമ്മൾ ചൂസ് ചെയ്യണം. പെട്ടെന്ന് പോയി നമുക്കങ്ങ് പർച്ചേസ് ചെയ്യാൻ പറ്റില്ല, കാരണം മിക്സ് ചെയ്തല്ലേ ഡ്രസ്സ് കിടക്കുന്നത്. അപ്പം എല്ലാ സൈസിലും ഉള്ളത് ഒക്കെ ഉണ്ട് ഇവിടെ. അപ്പോൾ വരിക, ഒരു പ്രാവശ്യം ഇവിടെ അജ്മാനി വന്ന് എല്ലാവരും ഈ ഡേ ടു ഡേ ഒക്കെ ഒന്ന് വിസിറ്റ് ചെയ്യുക. ഇത് പുതിയത് സ്റ്റാർട്ട് ചെയ്തതാണല്ലോ. അപ്പം ഇത് കണ്ടോ, ഒരു ബ്ലൂ പ്രിൻറ്റ് വൈറ്റ് പ്രിൻ്റൊക്കെ വരുന്നത് നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. പിന്നെ കുറേ ചെറിയ ഷോർട്ട് ടൈപ്പ് ടീഷർട്ട്സ് ഉണ്ടല്ലോ, ഇപ്പോഴത്തെ ഒരു ട്രെൻഡിങ് ഷർട്ട്സും ഇല്ലേ അങ്ങനത്തെ, അതൊക്കെ ഉണ്ട്. പിന്നെ ഓഫീസ് വിയർ ആയിട്ടുള്ളതുണ്ട്, ഇതുപോലത്തെ പ്ലെയിൻ ഷർട്ടുകളൊക്കെ ഉണ്ട്, കാഷ്വൽസ് ഉണ്ട്. പിന്നെ ഇതുണ്ട് ഇതുപോലത്തെ പ്ലെയിൻ ആയിട്ടുള്ള കളേഴ്സ്, അതുമുണ്ട്, നല്ല ഭംഗിയുണ്ട്. പിന്നെ എൻ്റെ ജീൻസിൻ്റെ എന്തോ ഒരു ടൈപ്പ് അങ്ങനത്തെ ഇതുണ്ട്. അതൊക്കെ ഇവിടെ ഒരു 15 AED ഒക്കെയാണേ. പുറത്താകുമ്പോൾ അതൊരു 55 AED അങ്ങനെ എബോവ് ആയിരിക്കും പ്രൈസ് വരുന്നത്. ഇത് ജസ്റ്റ് ഇപ്പം അങ്ങനത്തെ ഡ്രസ്സ് ധരിക്കാൻ ആൾക്കാർക്ക് എല്ലാവർക്കും ആഗ്രഹമുണ്ടല്ലോ, അപ്പോൾ അങ്ങനെയുള്ളവർക്ക് വേണമെങ്കിൽ വന്ന് ഇത് വാങ്ങിച്ചിട്ട് അയൺ ചെയ്ത് നല്ലതായിട്ട് വാഷ് ചെയ്ത് നല്ലതായിട്ട് അയൺ ചെയ്തൊക്കെ ഇട്ട് കഴിയുമ്പോൾ അടിപൊളിയായിരിക്കും. ഒന്ന് ട്രൈ ചെയ്യേണ്ടവർക്കൊക്കെ ട്രൈ ചെയ്ത് നോക്കാം. പിന്നെ വേണ്ട വീട്ടിലൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന പോലത്തെ കുറേ പൈജാമ പാൻസ്, പിന്നെ ഷോർട്സ് 3/4 പാട്ടിയാല ടൈപ്പ് പാൻസ്, ഒത്തിരി ഉണ്ട്. ക്വാളിറ്റി മെറ്റീരിയൽ പല ടൈപ്പ് മെറ്റീരിയലുണ്ട്. ഇത് കണ്ടോ, ടീഷർട്ടുകൾ, ഇതൊക്കെ ഒരു മീഡിയം സ്മോള് അതൊക്കെയാണ് അതിൻ്റെ ഒരു സൈസൊക്കെ വരുന്നത്. പിള്ളേർക്കൊക്കെ ഉള്ള കൊച്ചു പിള്ളേർക്കൊക്കെ ഉള്ള ഷർട്ടുകൾ ഉണ്ട്. പിന്നെ ഇത്രയൊക്കെ ഉള്ളൂ. നമ്മൾ ഇതിൻ്റെ അകത്ത് നമുക്ക് ആക്ച്വലി ഒരു
ഒരു 5-6 മണിക്കൂറേലും അത്യാവശ്യം വേണം ഇതിൻ്റെ അകം മുഴുവൻ ഒന്ന് കവർ ചെയ്ത് കാണാനായിട്ട്. നമ്മൾ പറഞ്ഞല്ലോ, നമ്മൾ 1 മണിക്കൂർ ജസ്റ്റ് പെട്ടെന്ന് കണ്ടതേ ഉള്ളൂ. ഇതാണ് ലെവൽ 1. നമുക്ക് അത്രയും ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റിയില്ല. പക്ഷേ അടിപൊളി കളക്ഷൻസ് ഉണ്ട് കേട്ടോ. പാത്രങ്ങളുടെ ഒരു എന്താ പറയുന്നത്, ഭയങ്കര ഒരു ഡീൽ തന്നെയാണ് നടക്കുന്നത്. അതൊക്കെ ഒന്ന് കാണണം, ശരിക്കും ഒന്ന് കാണണ്ട. നല്ല പലതരത്തിലുള്ള പാത്രങ്ങളും ഷോക്കേസിലൊക്കെ വെക്കാൻ പറ്റുന്ന ടൈപ്പ് പാത്രങ്ങളും പിന്നെ കുറേ ഐറ്റംസ് ഉണ്ട്. അത് നമുക്ക് വേറൊരു ദിവസം കാണിച്ചു തരാം കേട്ടോ, ടൈമില്ലായിരുന്നു. അപ്പോൾ സൺഡേ അവധിയൊക്കെ ഉള്ളപ്പോൾ ഷാർജയിലും അജ്മാനിലും ഒക്കെ ഉള്ളവരൊക്കെ വന്ന് ഈ അജ്മാനിലെ ഡേ ടു ഡേ വന്നൊന്ന് കാണുക, ഷോപ്പ് ചെയ്യുക, ഹാപ്പി ആയിട്ടിരിക്കുക. അപ്പം എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പം ബായ്, നദാശക്കുട്ടിയുടെ വക ബായ്. അപ്പോൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. താങ്ക്സ് ഫോർ വാച്ചിങ്.